അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പ് 29 അപ്പോൾ ഇനിയിപ്പം നാളെ പെരുന്നാളാണോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. ഇപ്പോൾ രാത്രിക്ക് പറയുള്ളൂ മാസം കണ്ടാൽ. അപ്പോൾ അത് നമ്മൾ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് അപ്പോൾ സ്റ്റിക്കറൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ സിമ്പിൾ പണിയാണല്ലോ, ഒരു പണിയല്ലേ. നേരിട്ട് കണ്ട് മെഹന്തിയിടാന്ന് വിചാരിച്ചു. മക്കളുടെ ഒക്കെ ഇട്ടുണ്ടായത് ഈ രണ്ടാളും കൂടെ വരാനുണ്ട് മെഹന്തിയിടാൻ. അപ്പോൾ ജസ്റ്റ് ഞാൻ ക്രിസ്ത്യൻ ഇട്ടിട്ടുണ്ട്, അതൊക്കെ നെയിലൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടില്ല. അപ്പോൾ ഇത് സ്പെഷ്യലൊക്കെ എന്തെങ്കിലും നമുക്ക് പിന്നീട് കാണാം. അപ്പം ഞാൻ ഈ ഒരു തിരക്കിലാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. മൈലാഞ്ചി നോക്കട്ടെ, ഇങ്ങനെ പിടിക്കേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യലാണ് കേട്ടോ, അരിയിരപ്പം. അപ്പോൾ അതിനുള്ള മാവൊക്കെ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം 6-7 മണിക്കൂറോളം ഇതിങ്ങനെ മാവൊക്കെ ജോയിൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. അതുകൊണ്ട് നമ്മൾ 12 മണിയാകുമ്പോൾ ഇതിനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിമോൾക്ക് നമ്മൾ ഇന്നലെ രാത്രി ഒന്നും കാൽമ മൈലാഞ്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ വെളുത്തി ഓളെ കുളിപ്പിച്ച് ഒരുക്കിയതിന് ശേഷം നേരത്തെ കാലത്ത് തന്നെ 2 കാല് നിറയെ മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഇന്നലെ കൈമിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഈവനിങ് വൈകിട്ടൊക്കെ ആയപ്പോൾ നമ്മൾ ദോശ ചൂടാൻ വേണ്ടി നിന്നു കേട്ടോ. മാസം കാണുമോ എന്നുള്ളൊരു ഡൗട്ടോട് കൂടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, പൊരിക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ദോശ ചൂടാൻ നിന്ന് അതുപോലെ ചെറുപയർ കറിയും തേങ്ങ അരച്ചിട്ടുള്ള ചെറുപയർ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ അത് ഉമ്മ ഉണ്ടാക്കുന്ന മര സ്പെഷ്യലായിട്ടുള്ള തരിക്കഞ്ഞി ഉണ്ടായിരുന്നു. അങ്ങനത്തെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഞാൻ അതേ ദോശ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം മാസം കണ്ടു കഴിഞ്ഞാൽ 6 ഭക്ഷണം കഴിക്കാൻ വളരെ കുറവായിരിക്കും. പിന്നെ അത്താഴത്തിനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ബാലൻസ് ആയിട്ട് അവിടെ ഇരിക്കും. കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അത് നമ്മുടെ ചെറുപയർക്കാരൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ലായ്സ്മോൻ എണീറ്റ് വന്നിട്ടുണ്ട്. ആൾ ഭയങ്കര മസിൽ കൊടുത്തു വെച്ചിരിക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ദോശ ചൂടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദോശയൊക്കെ കുറച്ച് ചുട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തരിക്കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുപയർക്കാരൊക്കെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ടേബിൾ സെറ്റ് ചെയ്യണം. അതിന് മുന്നേ നമ്മൾ 2 മക്കൾക്ക് ഇവിടെ തരിക്കഞ്ഞി ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അവർക്ക് നേരത്തെ കാലത്തെ ചൂടാറിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കട്ടെ 2 പേരും. ഭയങ്കര ഇഷ്ടമായിട്ട് 2 പേർക്കും തരിക്കഞ്ഞി. അങ്ങനെ നോമ്പ് തുറക്കാനൊക്കെ ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അതേ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ബാങ്കൊക്കെ കൊടുത്തു. ഇതിൻ്റെ നമ്മൾ കാർഗ കൊണ്ടൊക്കെ നോമ്പായിരുന്നതിന് ശേഷം പിന്നെ അത് വെള്ളം കാലിക്കത് കുടിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കഴിച്ചതാണ്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സും കഴിച്ചു. അപ്പോൾ അത് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നോമ്പറക്കാനും ഇപ്പം പേരക്കുട്ടികൾ മാത്രമാണ് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ അൽത്താഫും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ലൈസ്മോൻ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ലൈസ്മോൻ ടൈമിൽ ഇത് കണ്ണ് തുറന്നിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ ആൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ആൾ നമ്മൾ വെള്ളം കുടിക്കുന്നതും ഫ്രൂട്ട്സ് കഴിക്കണൊക്കെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ കുറച്ചൊക്കെ ഇനി ചിരിച്ചു തന്നു കേട്ടോ ആളൊന്ന്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ നമ്മളിത് കുറച്ച് തരിക്കഞ്ഞി ഉണ്ടായത്. കരിക്കഞ്ഞി ക്ലാസ്സിൽ കുറച്ച് വെച്ച് അത്യാവശ്യം ചൂടുണ്ടായതുകൊണ്ട് കൂടുതൽ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തരിക്കഞ്ഞി ഉണ്ടായത് അതെടുത്ത് കുടിച്ചു കേട്ടോ. നോമ്പറക്കൽ കഴിഞ്ഞ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചോറിൻ്റെ പരിപാടിയൊന്നുമില്ല. മാസം കണ്ടോ ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ചോറ് വെക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ചോറിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നു. ഞാൻ കഴിക്കേണ്ടതെന്ന് കരുതാണ്. പിന്നെ ബാലൻസ് ദോശ വന്നപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അത് വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പം അത് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. ചെറുപയറും ദോശ ഞാൻ കഴിച്ചു. പിന്നെ എന്താണ് അതിൻ്റെ കൂടെ തരിക്കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പോൾ തരിക്കഞ്ഞിയും കുടിച്ചു കേട്ടോ. നല്ല അടിപൊളി തരിക്കഞ്ഞിയായിരുന്നു. ഇനി അടുത്ത നോമ്പ് വരെ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നോമ്പിന് മാത്രമേ ഇവിടെ ഉമ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കാറുള്ളൂ. അതിനെ തരിക്കഞ്ഞും ദോശയും കുടിച്ച് ഇന്നത്തെ നോമ്പ് ഇവിടെ അവസാനിച്ചത് ഇപ്പോൾ മാസം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ ഇവിടെ നമ്മുടെ കേരളത്തിൽ പെരുന്നാളാണ്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഇനി ഇൻഷാ അല്ലാഹ് ഈദും നമ്മുടെ പെരുന്നാളിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്